നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിൻ്റെ റെസിപ്പി സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് നാം പല വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട് അല്ലേ? പുഴുങ്ങിയെടുത്ത ശേഷം രുചികരമായ കറികൾ തയ്യാറാക്കാൻ, അതല്ലെങ്കിൽ ഫ്രൈസ് ഉണ്ടാക്കാൻ. എന്നാൽ ഇന്ന് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് നമുക്കൊരു സ്പെഷ്യൽ ഡിഷ് തയ്യാറാക്കാം. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ കഴിയുന്ന രുചികരമായ ഒരു സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് ബോണ്ട. ഇതിന്ന് തയ്യാറാക്കി കാണിച്ചു തരുന്നത് ചന്ദ്രിക. ഉരുളക്കിഴങ്ങ് ബോണ്ട തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് 2 കപ്പ് കടലമാവ്, 4 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തത്, 3 ടേബിൾ സ്പൂൺ മല്ലിയില ഇങ്ങനെ ചെറുതായി അരിഞ്ഞത്, 6-7 പച്ചമുളക് അരിഞ്ഞെടുത്തത്, ആവശ്യത്തിന് ഉപ്പ്, 3 സ്പൂൺ അരിപ്പൊടി, 1 നുള്ള് കായം, 1 ടീസ്പൂൺ കടുക്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പകുതി നാരങ്ങ, 1 കപ്പ് വെള്ളം. ഇത് കൂടാതെ നമുക്ക് കുറച്ച് എണ്ണ കൂടെ വേണം. ഉരുളക്കിഴങ്ങ് ബോണ്ട തയ്യാറാക്കാൻ ആദ്യം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഒരു അല്പം കായം ചേർത്തിളക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് വഴറ്റിയെടുത്ത ശേഷം തീ അണയ്ക്കാം. ഇനി ഒരു വലിയ പാത്രം എടുത്ത് ഇതിലേക്ക് ഉരുളക്കിഴങ്ങുകൾ എടുക്കുക. ഈ ഉരുളക്കിഴങ്ങുകൾ ഇങ്ങനെ കൈകൊണ്ട് നന്നായി മാഷ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങുകൾ ഇങ്ങനെ നന്നായി ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിയില എന്നിവ കൂടി ചേർത്ത ശേഷം പകുതി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കുക. ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഇത് ഇങ്ങനെ കുഴച്ച് ഈ പരുവമാക്കി എടുക്കുക. അതിനുശേഷം ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എടുത്ത് ഉരുളകളാക്കി മാറ്റിവെക്കാം. ഇനി കടലമാവിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത ശേഷം ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇതിലേക്ക് വെള്ളം അല്പാൽപമായി ഇങ്ങനെ ഒഴിച്ച് ഉരുളക്കിഴങ്ങ് ബോണ്ട തയ്യാറാക്കാനുള്ള മാവ് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഒരുപാട് ലൂസായി പോകാനും പാടില്ല, എന്നാൽ ഒത്തിരി കട്ടിയാകാനും പാടില്ല. ഏകദേശം ഈ ഒരു പരുവത്തിൽ മതി. ഇനി ഇതിലേക്ക് 1 സ്പൂൺ എണ്ണ കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിന്റെ ഉരുളകൾ ഈ മാവിൽ മുക്കിയെടുക്കാം. മറ്റൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം ഈ ഉരുളകൾ എണ്ണയിൽ ഇട്ട് ഇങ്ങനെ പാകം ചെയ്തെടുക്കാം. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ബോണ്ട തയ്യാറായി എന്ന് അർത്ഥം. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാവുന്ന ഈ ചൂട് ഉരുളക്കിഴങ്ങ് ബോണ്ട നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ. ഇതുപോലെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ വീണ്ടും ലഭിക്കാൻ സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.